നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററി ഓഫ് ടി വി കൺട്രോൾ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പാർട്ടാണ് കഴിഞ്ഞത്. ഇനി അടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് സ്റ്റോപ്പ് ടി ബി സ്ട്രാറ്റജിയാണ്. ഇതിന് മെയിനായിട്ട് 6 പോയിന്റ് ആണ് ഉള്ളത്. അതിന് മെയിൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഡോട്ട്സ് സക്സസ്ഫുള്ളി ചെയ്യുക എന്നുള്ളതാണ് മെയിൻ സംഭവം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ട്സ് പ്രൊവൈഡർമാരുടെ കാര്യക്ഷമമായ വർക്കിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആശാ വർക്കർമാരും മറ്റ് ഹെൽത്ത് വർക്കർമാരും ഡെയിലി ഡോട്ട്സ്, അതായത് ഡെയിലി കഴിക്കുന്ന മരുന്ന് മോണിറ്റർ ചെയ്യുന്ന ആ സംവിധാനം സക്സസ്ഫുള്ളി ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ HIV TB, അതായത് HIV ഉള്ളവർക്ക് TB വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. TB ഉള്ളവർക്ക് HIV ടെസ്റ്റ് എന്തായാലും കമ്പൾസറി ആയിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. HIV ഉള്ള ഒരാൾക്ക് നമ്മൾ തന്നെ PLHIV എന്നാണ് പറയുന്നത്, പീപ്പിൾസ് ലിവിങ് വിത്ത് HIV. PLHIV ഉള്ളവർക്ക് അവരുടെ ജീവിത കാലയളവിൽ ഒരിക്കലെങ്കിലും TB വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ MDR TB റൂൾ ഔട്ട് ചെയ്യുക, അതായത് ഏത് തരത്തിലുള്ള ഡ്രഗ് റെസിസ്റ്റന്റ് TBയും റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു മെയിൻ സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുന്നതാണ്. പറയാനുള്ളത് റഫറൻസ് ലബോറട്ടറികളെ കുറിച്ചാണ്. 4 നാഷണൽ റഫറൻസ് ലബോറട്ടറീസ് ഉണ്ട്. പിന്നെ ഒരു സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു IRL എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് റഫറൻസ് ലബോറട്ടറി. നമ്മുടെ കേരളത്തിന്റെ IRL സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് TB സെല്ലിലാണ്. അതായത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള TB സെല്ലിന്റെ ഉള്ളിലാണ് IRL സ്ഥിതി ചെയ്യുന്നത്. ലൈൻ പ്രോബ് അസേ, പിന്നെ ചില ഡ്രഗ് സെൻസിറ്റിവിറ്റി ടെസ്റ്റുകൾ, ഇതൊക്കെ IRL ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾറെഡി പോസിറ്റീവ് ആയിട്ടുള്ള കേസുകൾ ഒരു കൺഫർമേഷന് വേണ്ടിയിട്ടും IRLിലേക്ക് അയക്കുന്നുണ്ട്. പിന്നെ 13,000-ഓളം DMCs എന്ന് പറയുമ്പോൾ ഡെസിഗ്നേറ്റഡ് മൈക്രോസ്കോപ്പി സെന്റേഴ്സ്, അത് പണ്ട് പറഞ്ഞിരുന്ന പേരാണ്. ഇപ്പൊ നമ്മൾ TB ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ TB ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ് എന്നാണ് പറയുന്നത്. ഈ DMC എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് PMDT എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അബ്രിവേഷനാണ്. അതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇതില് ഡ്രഗ് റെസിസ്റ്റന്റുകൾ ഒരുപാടുണ്ട്. അതിൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഡ്രഗ് റെസിസ്റ്റന്റ് ആണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ലഘുവായ ഒരു റെസിസ്റ്റന്റ് ആണ് H മോണോപോളി എന്നൊക്കെ പറയുന്നത്. അതായത് H മീൻസ് INH ആണ്. INH എന്ന് പറഞ്ഞാൽ ഐസോനിയാസിഡ്. അപ്പൊ ഐസോനിയാസിഡിന്റെ റെസിസ്റ്റൻസ്, ഐസോനിയാസിഡ് മാത്രം ഉള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ അത്ര വലിയ കാര്യമായിട്ട് നമ്മളത് കണക്കാക്കാറില്ല. നമ്മൾ തന്നെ H മോണോ, H പോളി, അങ്ങനെ മോണോപോളി റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അത് മാത്രമേ നമുക്ക് പെരിഫറിയിൽ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് പെരിഫറി മീൻസ് ഈ സാധാരണ TB ക്ലിനിക്കിലൊക്കെ. പിന്നെ അതിനേക്കാൾ കൂടുതലുള്ള ഇപ്പൊ റിഫാംപിസിൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ MDRO, പ്രീ XDRO, അതൊക്കെ നമ്മൾ വഴിയെ പഠിക്കും എന്തൊക്കെയാണെന്ന്. അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ഡ്രഗ് റെസിസ്റ്റന്റ് നോഡൽ കോർഡിനേറ്റർ ഉണ്ട്. അവിടെ നമ്മൾ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്, DTO എല്ലാവരും ഉൾപ്പെടുന്ന, പിന്നെ എല്ലാ ടൈപ്പ് സ്പെഷ്യാലിറ്റിയിലും ഉള്ള വിദഗ്ധർ, അവരെല്ലാം കൂടെ ചേർന്ന ഒരു പാനൽ ഓഫ് കമ്മിറ്റി ചേർന്നിട്ടാണ് എന്ത് ഡ്രഗാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് നിശ്ചയിക്കുന്നത്. അല്ലാതെ ഒരു ഡോക്ടർക്ക് മാത്രം തീരുമാനം എടുക്കാൻ പറ്റുന്നതല്ല ഈ DRTB. അതായത് അതാണ് മെയിനായിട്ട് അതിന്റെ ഒരു ക്രൈറ്റീരിയ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ PMDT എന്ന് പറയുന്നത്, പ്രോഗ്രാമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് TB. ഇനി നമ്മൾ പറയുന്നത് കറന്റ്ലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് NTEP, നാഷണൽ TB എലിമിനേഷൻ പ്രോഗ്രാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ആയതുകൊണ്ട് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അത് ലോഞ്ച് ചെയ്തത് 2020-ലാണ്. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നാഷണൽ TB പ്രോഗ്രാമിനെ കുറിച്ചും റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമിനെ കുറിച്ചും ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അത് കാണാത്തവർ ആ ക്ലാസ് ഒന്ന് കാണണം. അതിനുശേഷം മാത്രം NTEP-ലേക്ക് വരിക. നമ്മൾ 2 ഘട്ടമായിട്ട് എടുത്തത് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവണ്ടെന്ന് ഓർത്തിട്ടാണ്. പിന്നെ നമ്മൾ പ്രോഗ്രാമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ഡ്രഗ് റെസിസ്റ്റന്റ് TB ഇപ്പൊ പഠിച്ചു. അപ്പൊ ഇനി ഉള്ളതാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം, നാഷണൽ ട്യൂബർകുലോസിസ് എലിമിനേഷൻ പ്രോഗ്രാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2020-ലാണ് NTEP ലോഞ്ച് ചെയ്തത്. ഇതിന്റെ മെയിൻ പ്രത്യേകത അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗോൾസ് എന്ന് പറയുമ്പോൾ, ഏർലി ഡിറ്റക്ഷൻ ആണ് മെയിൻ. എങ്ങനെയാണ് ഏർലി ഡിറ്റക്ഷൻ നടത്തുന്നത്? അതായത് ഇപ്പൊ പലയിടത്തും ഒരുപാട് TB പേഷ്യൻസ് ഉണ്ട്, പക്ഷെ അവരെ ഒന്നും നമ്മൾ കണ്ടെത്തുന്നില്ല. എന്തുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത്? എല്ലാ ആശുപത്രിയിലും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമയോ വെയിറ്റ് ലോസോ ഒക്കെ ഉണ്ടെങ്കിൽ TBയുടെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കഫ പരിശോധന നടത്തണം എന്നൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ
ആരൊക്കെയാണ് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത്? തുടർച്ചയായിട്ട് ചുമ ഉണ്ടെങ്കിൽ എല്ലാവരും മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്നുള്ളതല്ലാതെ കറക്റ്റായിട്ടൊരു ഡയഗ്നോസിസ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം ആ ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഈ കഫ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്യൂബുകളൊക്കെ എല്ലാ ഒ പികളിലും കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതാണ് നമ്മൾ ആക്റ്റീവ് കേസ് ഫൈൻഡിങ്, ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് എന്നൊക്കെ പറഞ്ഞുള്ളത്. ടെസ്റ്റുകൾ കൂടുതൽ നടക്കുന്നതനുസരിച്ച് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഈ ലക്ഷണങ്ങളുള്ളവരെ നമ്മൾ 4S സിംറ്റംസ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് 4S സിംറ്റംസ്? ഈ പറഞ്ഞ പോലെ 2 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ, വെയിറ്റ് ലോസ്, പിന്നെ നൈറ്റ് സ്വെറ്റിംഗ്, അതുകൂടാതെ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഇടവിട്ടുള്ള പനി. ഇതൊക്കെയാണ് 4S സിംറ്റംസ്. ഇത്രയും സിംറ്റംസ് ഉള്ളവരെ നമ്മൾ കഫ പരിശോധനയ്ക്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റവയവങ്ങളിൽ വരുന്ന TBയുടെ ടെസ്റ്റിങ്ങുകളോ ചെയ്യേണ്ടതാണ്. അതാണ് ഈ ഏർലി ഡിറ്റക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഡ്രഗ് റെസിസ്റ്റന്റ് TBയുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ സാധാരണ TB റൂൾ ഔട്ട് ചെയ്താൽ മാത്രം പോരാ, ഡ്രഗുകൾ റെസിസ്റ്റന്റ് ആണോ എന്നുള്ള പരിശോധനകൾ കൂടി നടത്തേണ്ടതുണ്ട്. പണ്ടൊക്കെ കഫ പരിശോധന നടത്തുന്നത് മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഈ TB ബാക്ടീരിയ ഉണ്ടോ എന്ന് കണ്ടെത്തുന്ന ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പി ടെക്നിക്കായിരുന്നു. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് CBNAT, TrueNAT തുടങ്ങിയ മോളിക്കുലർ ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഫ പരിശോധന ഇപ്പോൾ ഡയറക്റ്റ്ലി നാറ്റ് ചെയ്യുന്ന, അതായത് CBNAT, നമ്മൾ കഫം എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നാറ്റ് ചെയ്യും. CBNAT എന്ന് പറയുമ്പോൾ കാർട്രിഡ്ജ് ബേസ്ഡ് ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അതിന് നമ്മൾ അപ്പ് ഫ്രണ്ട് നാറ്റ് എന്നാണ് പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നാറ്റ് ചെയ്യുന്നതിന്. അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ആണോ എന്നും അറിയാൻ പറ്റും. അതുകൂടാതെ റിഫാംപിസിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നും അറിയാൻ പറ്റും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ LPAക്ക്, അതായത് ലൈൻ പ്രോബ് അസേ എന്ന് പറഞ്ഞ ടെസ്റ്റ്, അത് മോളിക്കുലർ ടെസ്റ്റാണ്. അപ്പോൾ ലൈൻ പ്രോബ് അസേക്ക് വിടും. അത് ഫസ്റ്റ് ലൈൻ പ്രോബ് അസേയും ഉണ്ട്, സെക്കൻഡ് ലൈൻ പ്രോബ് അസേയും ഉണ്ട്. അതുകൂടാതെ കൾച്ചറിങ് ഒക്കെയുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം ഡ്രഗ് റെസിസ്റ്റൻ്റ് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ ഡ്രഗുകളാണ് റെസിസ്റ്റൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ ഡ്രഗ് റെസിസ്റ്റൻസ് കണ്ടെത്താനുള്ള ടെസ്റ്റിങ്ങുകൾ വളരെ വ്യാപകമായിട്ട് ചെയ്തു തുടങ്ങിയത് ഈ NTEP പ്രോഗ്രാം വന്നതിന് ശേഷമാണ്. പിന്നെ ഉള്ളത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് TB. കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് TB എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഫസ്റ്റ്ലി, ഇപ്പോൾ ഡ്രഗ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു TB ഉള്ള ഒരു പേഷ്യൻ്റ് നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ 4HREZ പ്ലസ് 2HRE എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ് ആയിട്ടുള്ള എഥാംബ്യൂട്ടോൾ, പിരാസിനമൈഡ്, റിഫാമിസിൻ, ഐസോനിയാസിഡ്, ഇതെല്ലാം ആദ്യത്തെ 4 മാസം FDC എന്ന് പറയും, ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ. അതായത് ഈ 4 തരം മരുന്നുകളും ഒറ്റ ഗുളികയിലാണുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു രോഗിയുടെ വെയിറ്റ് അനുസരിച്ച് വെയിറ്റ് ബാൻഡ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് അഡൾട്ട് വെയിറ്റ് ബാൻഡും ഉണ്ട്, പീഡിയാട്രിക് വെയിറ്റ് ബാൻഡും ഉണ്ട്. അതൊക്കെ നിങ്ങൾ വഴിയെ പഠിക്കും. അതിനനുസരിച്ച് ഗുളികകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തി, അതായത് 2 ഗുളിക മുതൽ 6 ഗുളിക വരെ ഒരേ സമയം കഴിക്കുന്ന രീതിയിലുള്ള ഒരു ഡ്രഗ് കൊടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവന്നിട്ടുള്ളത്. മുൻപ് ലൂസ് ഡ്രഗ്സുകളായിരുന്നു, ഈ ഓരോ മരുന്നിനും ഓരോ ഗുളികകളായിരുന്നു. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡോസുകൾ മിസ്സാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓഫ് TB കൊണ്ട് ഈ FDC ആണ്, ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ, ഉദ്ദേശിക്കുന്നത്. അത് ഈ NTEPയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല ഫീൽഡ് സ്റ്റാഫുകൾ, STS ആയാലും STLS ആയാലും പിന്നെ മെഡിക്കൽ ഓഫീസർ TB കൺട്രോൾ ആയാലും പേഷ്യൻസ് കറക്റ്റ് മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നൊരു മോണിറ്ററിങ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് NTEPയുടെ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ സ്ട്രാറ്റജീസിൻ്റെ മെയിൻ ആയിട്ട് 4 പില്ലേഴ്സാണുള്ളത്. ഒന്ന് ഡിറ്റക്റ്റ്, ട്രീറ്റ്, പ്രിവെൻറ്റ് ആൻഡ് ബിൽഡ്. ഇതിൽ പ്രിവെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു TB പേഷ്യൻ്റ് ഉണ്ട്, ഒരു വീട്ടിലൊരു TB പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അയാളുടെ കോണ്ടാക്റ്റുകളെ, അയാളുടെ വീട്ടിലെ മറ്റംഗങ്ങളെ TB ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് TB പ്രിവെൻറ്റീവ് തെറാപ്പി, അത് നമ്മൾ വഴിയെ ഉള്ള സിലബസുകളിൽ പഠിക്കും. TB പ്രിവെൻറ്റീവ് തെറാപ്പികൾ ചെയ്യുന്ന ആ ഒരു സാധ്യതയാണ് ഈ പ്രിവെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ NTEPയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതോടുകൂടി
ഹിസ്റ്ററി ഓഫ് TB കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഗൈഡിലുള്ള ബാക്കി കാര്യങ്ങളും കൂടെ ഡീറ്റെയിൽഡായിട്ട് നോക്കണം. ഓക്കെ, താങ്ക് യു.